ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സ്കിപ്പ് എ ബീറ്റ് എന്ന ചൈനീസ് ഡ്രാമയുടെ നെക്സ്റ്റ് പാർട്ടുമായിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞാനൊരു ഗെയിമിംഗ് ചാനലും കൂടി നിങ്ങളിലേക്ക് ഇൻട്രോഡ്യൂസ് ചെയ്ത് തരുവാണ്. ഹൈനെക്സ് ഗെയിമിംഗ് എന്നാണ് ഈ ചാനലിന്റെ പേര്. ഇതെന്റെ സ്വന്തം അനുജന്റെ ചാനലാണ്. ഇതില് GTA 5 RP, വാലോറന്റ്, ഫ്രീ ഫയർ ഒക്കെ ലൈവ് ഉണ്ടാകും. പിന്നെ ഡെയിലി ഷോർട്സും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഗെയിമിങ്ങിൽ താല്പര്യമുള്ളവര് ആ ചാനലും കൂടി പോയി കണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ചാനലിന്റെ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് കമന്റ് ആയിട്ട് പിന്നും ചെയ്തേക്കാം. അപ്പോൾ താല്പര്യമുള്ളവര് ആ ലിങ്കിൽ കൂടി ക്ലിക്ക് ചെയ്ത് ചാനലിലേക്ക് പോവുക. ഇവിടെ തരുന്ന സപ്പോർട്ട് അതേപോലെ തന്നെ അവിടെയും തരിക. അപ്പോൾ ഞാൻ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ ഹീറോയും ഹീറോയിനും കൂടി തിരിച്ച് വീട്ടിലേക്ക് വരും. ഹീറോയിനാണെങ്കിൽ ഇവൻ നനഞ്ഞിരിക്കുന്ന കൊണ്ട് ഒരു ടവലൊക്കെ എടുത്ത് തലയൊക്കെ തോർത്തി കൊടുക്കും. അപ്പൊ ഹീറോ, നിന്നോട് എന്റെ അച്ഛൻ എന്താ പറഞ്ഞെന്ന് ഇങ്ങനെ ചോദിക്കും. വേറെ ഒന്നും പറഞ്ഞില്ല, നിന്നെ മര്യാദക്ക് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ അവനെ ഇട്ടിട്ട് പോകണോന്നാ പറഞ്ഞെന്ന് പറയും. എന്താ നിന്റെ അഭിപ്രായം? ഞാനിപ്പോ നിന്നെ മര്യാദക്ക് ട്രീറ്റ് ചെയ്യുന്നില്ലേ? പണ്ടത്തെ പോലെ ആണോന്ന് ഇങ്ങനെ ചോദിക്കും. ഇല്ല, എന്റെ ഇപ്പൊ എന്നെ നന്നായിട്ട് തന്നെ നോക്കുന്നുണ്ട്. പണ്ടത്തെ ആയിരുന്നെങ്കിൽ എന്നെ തിരിഞ്ഞു പോലും നോക്കില്ലായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ അങ്ങനെയല്ല, എന്നെ നന്നായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്, എന്നെ നന്നായിട്ട് തന്നെ നോക്കുന്നുണ്ടെന്ന് പറയും. അപ്പൊ തന്നെ ഹീറോ, ഞാൻ പണ്ട് ഒരുപാട് നിന്നെ ഹേർട്ട് ചെയ്തിട്ടുണ്ടല്ലേ, എല്ലാത്തിനും ഞാൻ മനസ്സിൽ നിന്ന് സോറി പറയുവാന്ന് പറയും. അതൊന്നും കുഴപ്പമൊന്നുമില്ല, നീ അതൊക്കെ വിട്, ഞാനിപ്പോ അതൊന്നും ആലോചിക്കാറില്ലെന്ന് ഹീറോയിൻ പറയും. ഇത് കേൾക്കുമ്പോ തന്നെ ഹീറോയിന് വല്ലാണ്ട് ഹാപ്പി ആയിട്ട് രണ്ടുപേരും കൂടി കുറച്ചു നേരം കിസ്സൊക്കെ ചെയ്ത് നിൽക്കും. അങ്ങനെ തന്നെ നെക്സ്റ്റ് ഡേയും ആകും. ഹീറോയിന് വേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഇത് കാണുമ്പോ തന്നെ നമ്മുടെ ഹീറോ ബാക്കിൽ കൂടി നമ്മുടെ ജിന്നിനെ ഹഗ്ഗൊക്കെ ചെയ്ത്, നീ എനിക്ക് വേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുവാണോ എന്നൊക്കെ ചോദിച്ച് ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് ഇരിക്കുമായിരിക്കും. ആ ടൈമിനാണ് ഹീറോന്റെ ഫ്രണ്ടിന്റെ അടുത്ത് നിന്ന് കോള് വരുന്നത്. സൂജുവാനെ പറ്റിയിട്ട് അന്വേഷിക്കാനായിട്ട് ഫ്രണ്ടിന്റെ അടുത്തും കൂടി നമ്മുടെ ഹീറോ പറഞ്ഞിട്ടുണ്ടല്ലോ, അതിനെ കുറിച്ചുള്ള എവിഡൻസ് കൂടുതൽ കിട്ടിയിട്ടുണ്ടെന്ന് പറയാനായിട്ടാണ് വിളിക്കുന്നത്. അങ്ങനെ തന്നെ രണ്ടുപേരും കൂടി ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാനായിട്ട് ചെല്ലും. നീ പറഞ്ഞ പ്രകാരം ഞാൻ ഒരുപാട് അന്വേഷിച്ചായിരുന്നു. അതിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. നിന്റെയും സൂജുവാന്റെയും ആക്സിഡന്റിന് പിന്നില് മൈക്ക് എന്ന് പേരുള്ള ഒരാളുടെ പങ്കുണ്ടെന്ന് പറയും. ഇത് കേൾക്കുമ്പോ തന്നെ ഹീറോയിനും ഷോക്കാകും. ഹീറോയിനും ഇങ്ങനെ ഒരു പേര് സൂജുവാന്റെ മരണത്തിന് പിന്നിൽ അന്വേഷിച്ചപ്പോ ഒരുപാട് തവണ കേട്ടിട്ടുണ്ട്. പക്ഷെ എവിടെയാണെന്ന് നമ്മുടെ ഹീറോയിന് മനസ്സിലാവുന്നില്ല. അപ്പൊ തന്നെ ഹീറോ, ഈ മൈക്ക് എന്ന് പറയുന്ന ആള് എന്റെ ഫാദറിന്റെ അസിസ്റ്റന്റ് ആയിരുന്നു. പക്ഷെ അയാൾ ഒരു വർഷം മുമ്പ് മരിച്ചുപോയി. എന്തായാലും അയാളുടെ വീട് എനിക്ക് അറിയാമെന്നും പറഞ്ഞിട്ട് ഹീറോയിനും കൂടി അയാളുടെ വീട്ടിലേക്ക് ചെല്ലും. അവിടെ നിന്ന് എന്തെങ്കിലും എവിഡൻസ് കിട്ടുമോ എന്ന് അറിയാനായിട്ട് രണ്ടുപേരും കൂടി അന്വേഷിക്കാനായിട്ട് തുടങ്ങും. ഇവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിന് ഹീറോന് ഒരു ഫോൺ കിട്ടും. അത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോ ഹീറോന്റെ അമ്മയും ഈ മൈക്കും കൂടി ചാറ്റ് ചെയ്ത കുറെ കോൺവെർസേഷൻസ് കാണും. ഇതൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോ ഹീറോയിനും അങ്ങോട്ടേക്ക് വരും. എന്തെങ്കിലും എവിഡൻസ് കിട്ടിയോ എന്ന് ചോദിക്കും. ഹീറോ ആണെങ്കിൽ ആ ഫോൺ കിട്ടിയ വിവരം ഹീറോയിന്റെ അടുത്ത് പറയാണ്ട്, ഇല്ല ജിൻ, എനിക്കൊന്നും കിട്ടിയില്ല. അല്ല, നീ എന്തിനാണ് സൂജുവാന്റെ മരണത്തിനെ പറ്റി ഇത്രയ്ക്കും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത്? അതിന്റെ കാരണം എന്താന്ന് ഹീറോയിന്റെ അടുത്ത് ചോദിക്കും. അത് വേറൊന്നും അല്ല അവന്റെ മരണം തന്നെ ഒരു മിസ്റ്ററി ആയിട്ട് ഇങ്ങനെ നിൽക്കാണ്. മരിച്ചു എന്ന് പറഞ്ഞ്, പക്ഷെ ബോഡി ഞങ്ങൾ ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല. പിന്നീടാണ് ഒരു ഫയല് കിട്ടിയത്. ആ ഫയലില് നിനക്ക് വേണ്ടിയിട്ട് സൂജുവാന്റെ ഹാർട്ട് ഡൊണേറ്റ് ചെയ്തു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ സൂജുവാന്റെ ബോഡി എന്ത് ചെയ്തു എന്ന് മാത്രം പറഞ്ഞിട്ടില്ല. അത് ആർക്ക് വിട്ടുകൊടുത്തു, ആര് കൊണ്ടുപോയി, എന്ത് ചെയ്തു, ഇതൊന്നും അറിയാൻ പാടില്ല. അതുകൊണ്ടും കൂടിയിട്ടാണ് ഞാൻ കൂടുതലായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങിയത്. അതിനുശേഷമാണ് ഞാൻ നിന്നെ വന്ന് അപ്രോച്ച് ചെയ്തതെന്ന് പറയും. ഓക്കെ എന്നും പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി നേരെ വീട്ടിലേക്ക് എത്തും. വീട്ടിലെത്തി കഴിയുമ്പോ തന്നെ ഹീറോ, സൂജുവാന്റെ മരണത്തെ പറ്റി അന്വേഷിച്ച് ഇത്രയൊക്കെ മുന്നോട്ട് പോയിട്ടും ഒരു തെളിവ് പോലും നമ്മൾക്ക് കിട്ടിയില്ല. അതിൽ നിനക്ക് വിഷമം വല്ലതും ഉണ്ടാന്ന് ചോദിക്കും. ഇല്ല, കുറെ നാളായിട്ട് ഞാൻ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് സ്റ്റക്കായിട്ട് നിൽക്കുമായിരുന്നു. ഇതില് മൈക്ക് എന്ന പേരുള്ള ഒരാളും കൂടി ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ലേ? അത് തന്നെ എനിക്ക് ധാരാളമാണ്. ഇനിയും നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഞാൻ എന്തായാലും പോയിട്ട് ഫ്രഷ് ആയിട്ട് വരാമെന്നും പറഞ്ഞ് ഹീറോയിൻ മുകളിലേക്ക് കയറി പോകും. ഹീറോയിൻ പോയ ആ ടൈം നോക്കി ഹീറോ ആ ഫോൺ എടുത്തിട്ട് ഓപ്പൺ ചെയ്ത് നോക്കും. അതില് മൈക്കിന്റെയും ഹീറോന്റെ അമ്മയുടെയും കുറെ കോൺവെർസേഷൻസ് ഒക്കെ ഉണ്ട്. അതിലാണെങ്കിൽ ആ മൈക്ക്, മാഡം ഞാൻ ബോസിന്റെ സണ്ണിനെ കണ്ടുപിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാകും. ഹീറോന്റെ ഫാദർ ഹീറോയിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ ആദ്യം ഒരു പെൺകുട്ടീനെയാണ് സ്നേഹിച്ചത്, അതിനുശേഷം ഇപ്പൊ കറന്റ് വൈഫിനെയാണ് ഞാൻ മാരേജ് ചെയ്തതെന്ന്. ആ സ്നേഹിച്ച പെൺകുട്ടിയില് ഒരു മകൻ ഉണ്ടായിട്ടുണ്ട്. അത് വേറെ ആരുമല്ല, സൂജുവാനാണ്. ഇത് ഓൾറെഡി ഹീറോന്റെ അമ്മ മനസ്സിലാക്കിയിട്ടുണ്ട് ഈ മൈക്ക് എന്ന് പറഞ്ഞ ആളിലൂടെ. അങ്ങനെ ഈ
ചാറ്റൊക്കെ വായിച്ചതിന് ശേഷം ഹീറോന് മറന്നുപോയ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മ വരും. ഒരു ആക്സിഡന്റ് ഹീറോന് സംഭവിച്ചിട്ടുണ്ടല്ലോ, അതില് ചെറുതായിട്ട് മെമ്മറി ലോസ് നമ്മുടെ ഹീറോന് സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ഹീറോന്റെ അമ്മ ഒരു പേപ്പർ നോക്കി വല്ലാണ്ടിരുന്ന് കരയുന്നതൊക്കെ ഇങ്ങനെ ഓർത്തെടുക്കും. അതാണെങ്കിൽ എന്റെ ഹസ്ബൻഡിന് വേറൊരു മകനും കൂടി ഉണ്ടോന്ന് വല്ലാത്ത ദേഷ്യത്തിൽ പറയുന്നതൊക്കെ കണ്ടിട്ടുണ്ടാകും. അങ്ങനെ ഇവരിലൂടെ തന്നെ ഈ സൂജുവാനും ഹീറോന്റെ ഫാദറും കൂടി മീറ്റ് ചെയ്യാൻ പോകുന്ന വിവരവും നമ്മുടെ ഹീറോ അറിയും. അങ്ങനെ ആ പയ്യന് ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഹീറോ അങ്ങോട്ടേക്ക് പോകുന്നത്. ആ വഴിക്കാണ് സൂജുവാനും ഹീറോനും ഒരു ആക്സിഡന്റ് തന്നെ സംഭവിച്ചിട്ടുള്ളത്. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം ഓർമ്മയിലേക്ക് വരുമ്പോൾ ഹീറോന് വല്ലാത്ത തലവേദനയൊക്കെ എടുക്കാനായിട്ട് തുടങ്ങും. ആ ടൈമിൽ തന്നെ ഹീറോയിനും അങ്ങോട്ടേക്ക് വരും. എന്ത് പറ്റി ഗു, നിനക്ക് എന്താ പറ്റിയതെന്നും പറഞ്ഞിട്ട് ഹീറോന്റെ അടുത്തേക്ക് വരും. അപ്പൊ തന്നെ ഹീറോ ആ മൊബൈൽ എടുത്ത് ഒളിച്ചു വെക്കും. അങ്ങനെ തന്നെ ഹീറോയിന്റെ മടിയിലേക്ക് കിടക്കും. അല്ല ജിൻ, സൂജുവാന്റെ മരണത്തിന് പിന്നിൽ എന്റെ പാരന്റ്സ് എങ്ങാനും ഉണ്ടെന്ന് നീ അറിഞ്ഞ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യാൻ പോകുന്നതെന്ന് ഇങ്ങനെ ചോദിക്കും. എന്ത് റിയാക്ട് ചെയ്യാനാണ്? അതിനൊന്നും ഞാൻ ഒരിക്കലും നിന്നെ ബ്ലെയിം ചെയ്യില്ല. അതുമായിട്ട് നിനക്ക് ഒരു ബന്ധവും ഇല്ലെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. പിന്നെ ഞാൻ എന്തിനാ നിന്നെ വെറുതെ ബ്ലെയിം ചെയ്യുന്നതെന്ന് ഇങ്ങനെ ചോദിക്കും. ഇത് കേൾക്കുമ്പോഴാണ് ഹീറോന് ഒരു ആശ്വാസമൊക്കെ വരുന്നത്. അങ്ങനെ രണ്ടുപേരും കൂടി നൈറ്റ് ഉറങ്ങാനായിട്ട് കിടക്കും. ഹീറോ ഉറങ്ങി കഴിയുമ്പോ തന്നെ ഹീറോയിന് ഓടി വന്നിട്ട് ഒരു പേപ്പേഴ്സ് ഒക്കെ എടുത്ത് ഇങ്ങനെ നോക്കും. അത് വേറൊന്നുമല്ല, ഈ മൈക്കിന് വേണ്ടിയിട്ട് ഹീറോന്റെ അമ്മ ഒരുപാട് ക്യാഷ് ഒക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. അതിന്റെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ആയിരിക്കും. ഇതൊക്കെ എടുത്ത് നോക്കിയിട്ട് ഹീറോന്റെ അടുത്ത് പറയണോ വേണ്ടിയോ എന്ന് ഇങ്ങനെ കൺഫ്യൂഷൻ അടിച്ച് ഇങ്ങനെ നിൽക്കും. അങ്ങനെ തന്നെ നെക്സ്റ്റ് ഡേയും ആകും. ഹീറോ ഓഫീസിലേക്ക് പോയി കഴിയുമ്പോ തന്നെ ഹീറോയിൻ ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാനായിട്ട് ചെല്ലും. സൂജുവാന്റെ മരണത്തിന് പിന്നില് ഹീറോന്റെ അമ്മയാണെന്നാ തോന്നുന്നത്. എനിക്ക് അതിനുള്ള കുറച്ച് എവിഡൻസ് ഒക്കെ കിട്ടിയെന്ന് പറയും. ഇത് കേൾക്കുമ്പോ തന്നെ ഫ്രണ്ട് ഷോക്കായിട്ട് എന്താടി നീ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ സൂജുവാന്റെ മരണത്തിന് പിന്നില് ഹീറോയും ഉണ്ടാവും എന്ന് പറയും. എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ലടി. കാരണം വേറൊന്നുമല്ല, ഹീറോനും കൂടി ആയിട്ടല്ലേ അവിടെ ആക്സിഡന്റ് സംഭവിച്ചിട്ടുള്ളത്. അപ്പൊ എങ്ങനെയാണ് അതിൽ ഹീറോന് പങ്കുണ്ടാവുക? മിക്കവാറും ഹീറോന്റെ പാരന്റ്സിനും ആ മൈക്കിനും ആയിരിക്കും എന്ന് ഹീറോയിൻ പറയും. അതേ ടൈം ഹീറോനെ കാണിക്കാണ്. ഹീറോന്റെ അമ്മേനെ ഓഫീസിലേക്ക് വിളിപ്പിച്ചിട്ട് ഹീറോ, ദേ ഈ ഫോൺ എനിക്ക് മൈക്കിന്റെ വീട്ടിൽ നിന്ന് കിട്ടിയതാണ്. ഇതില് നിങ്ങൾ ചാറ്റ് ചെയ്തതെല്ലാം ഞാൻ കണ്ട്. എന്തിനാ നിങ്ങൾ ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്തത്? സൂജുവാൻ എന്തിനാ നിങ്ങൾ കൊല്ലാനായിട്ട് ശ്രമിച്ചതെന്ന് ഇങ്ങനെ ചോദിക്കും. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ്? അവൻ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാല് നമുക്ക് കിട്ടേണ്ട ഷെയർ ഒന്നും കിട്ടില്ല. പ്രത്യേകിച്ച് എനിക്കൊരു ഷെയറും കിട്ടില്ല. പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ചോദിക്കും. ഒരു ഷെയറിന് വേണ്ടിയിട്ട് ഒരാളെ കൊല്ലുകയാണോ വേണ്ടത്? അതിന് പകരമായിട്ട് സൂജുവാനെ വേറെ എങ്ങോട്ടെങ്കിലും അയച്ചാ പോരായിരുന്നോ? അതല്ലേ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ഹീറോ ചോദിക്കും. എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല. നിന്റെ ഫാദർ എന്തായാലും സൂജുവാനെ കണ്ടെത്തും. അപ്പോ അതിനേലും നല്ലത് അവനെ എങ്ങാട് വകവരുത്തുന്നതല്ലേ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തേന്ന് പറയും. ഇവര് തമ്മിൽ സംസാരിക്കുന്നത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ വന്ന് കേൾക്കുന്നുണ്ടാകും. ഇത് കേൾക്കുമ്പോ തന്നെ ഹീറോയിന് വല്ലാണ്ട് ഷോക്കാകും. ഹീറോയിൻ ഇങ്ങനെ വന്ന് നിൽക്കുന്നത് ഹീറോയിൻ കാണും. അങ്ങനെ തന്നെ ഹീറോയിന്റെ അടുത്തേക്ക് ഇറങ്ങി വരും. സോറി, നീ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല എന്ന് പറയും. ഇല്ല, ഇനി ഞാൻ നിന്നെ ഒരിക്കലും വിശ്വസിക്കില്ല. നീ എനിക്ക് വേണ്ടി മാറുമെന്ന് വിചാരിച്ചിരുന്ന ഞാനാണ് ശരിക്കും പറഞ്ഞ മന്ദബുദ്ധി. നിന്നെ ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളാത്തവനാണ്. സൂജുവാനെ കൊല്ലാനായിട്ട് നീയും നിന്റെ പാരന്റ്സിന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്കറിയാം നീ മാറുമെന്ന് വിചാരിച്ചതൊക്കെ തെറ്റാണെന്നും പറഞ്ഞിട്ട് ഹീറോയിൻ വല്ലാണ്ട് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങി ലിഫ്റ്റിലേക്ക് വരും. ലിഫ്റ്റ് ഓപ്പൺ ആകാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ടൈമിന് ലിഫ്റ്റിൽ നിന്ന് നമ്മുടെ സൂജുവാൻ ഇറങ്ങി വരും. ഇത് കണ്ട് ഇവരെല്ലാരും വല്ലാണ്ട് ഷോക്കായിട്ട് നിൽക്കും. അങ്ങനെ സൂജുവാന്റെ ഫ്ലാഷ് ബാക്കിലേക്ക് പോവാണ്. സൂജുവാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിന് പെട്ടെന്ന് അവന്റെ അമ്മക്ക് ഒട്ടും വയ്യാണ്ടാകും. അമ്മേനെ ട്രീറ്റ് ചെയ്യാനായിട്ട് ചെറിയ ചെറിയ പാർട്ട് ടൈം ജോബിനൊക്കെ പോയിട്ട് കുറച്ചായിട്ട് ക്യാഷ് ഒക്കെ സേവ് ഒക്കെ ചെയ്തു വെക്കും. പക്ഷെ അതൊന്നും ആ ട്രീറ്റ്മെന്റിന് പറ്റുന്നേ ഉണ്ടാവില്ല. അങ്ങനെ ഒരു ദിവസം ഡ്രോയറിന്റെ ഉള്ളിൽ കുറച്ച് മരുന്നൊക്കെ അടുക്കി വെച്ചോണ്ടിരിക്കുന്ന ടൈമിന് സൂജുവാന്റെ അമ്മയും വേറൊരാളും കൂടി നിൽക്കുന്ന ഒരു ഫോട്ടോ കാണും. അതങ്ങനെ തന്നെ എടുത്തിട്ട് അമ്മയുടെ അടുത്ത് ഇത് ആരാണെന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പോഴാണ് അമ്മ എല്ലാ സത്യങ്ങളും തുറന്നു പറയുന്നത്. ഇത് സൂജുവാന്റെ അച്ഛനാണെന്നും പറയും. അതുമല്ലാണ്ട് നിന്റെ അച്ഛൻ വേറൊരു മാരേജ് ഒക്കെ ചെയ്ത് അതിലൊരു മകനും കൂടി ഉണ്ടെന്നുള്ള വിവരമൊക്കെ പറയും. ഇതൊക്കെ അറിഞ്ഞു കഴിയുമ്പോഴത്തേക്കും അമ്മയുടെ ട്രീറ്റ്മെന്റിനായിട്ടുള്ള പൈസ അവന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് വാങ്ങാന്നുള്ള ചിന്തയില് അച്ഛനെ കോള് ചെയ്യും. അച്ഛന് വന്നാ ഈ ഒരു ഹൈ മൗണ്ടനിലേക്ക് വരാനായിട്ട് പറയും. അങ്ങനെ അച്ഛനെ കാണാനായിട്ട് പോകുന്ന ടൈമിനാണ് ഇവർക്ക് അങ്ങനെ ഒരു ആക്സിഡന്റ് സംഭവിക്കുന്നത്. ആ ആക്സിഡന്റില് സൂജുവാൻ മരണപ്പെട്ടൊന്നും പോയിട്ടുണ്ടാവില്ല. കാല് മാത്രം പാരലൈസ്ഡ് ആയി പോകും. അവനെ നോക്കുന്നത് മുഴുവനും അവന്റെ അങ്കിളായിരിക്കും. അങ്ങനെ ഇവന് ഓർമ്മയൊക്കെ വരുന്ന ദിവസം അങ്കിള് വന്നിട്ട് നിന്റെ അമ്മ മരിച്ചുപോയി എന്നുള്ള വിവരമൊക്കെ പറയും. അതുമല്ലാണ്ട് ഇങ്ങനെ ഒരു ആക്സിഡന്റ് സംഭവിക്കാൻ കാരണം തന്നെ നിന്റെ അച്ഛന്റെ സെക്കൻഡ് വൈഫാണെന്നും കൂടി പറയും. ഇതും കൂടി കേട്ട് കഴിയുമ്പോഴത്തേക്കും സൂജുവാന് വല്ലാത്തൊരു ദേഷ്യമൊക്കെ വരും. അങ്ങനെ ഒരു ആക്സിഡന്റ് സംഭവിച്ചില്ലായിരുന്നെങ്കിൽ അച്ഛനെ മീറ്റ് ചെയ്ത് ആ ക്യാഷും വാങ്ങിച്ച് എന്റെ അമ്മേനെ രക്ഷിക്കാമായിരുന്നു എന്നും പറഞ്ഞ് വല്ലാണ്ട് ഫീൽ ചെയ്ത് ഹീറോന്റെ അമ്മേനെ കൊല്ലുമെന്നും പറഞ്ഞിട്ട് എഴുന്നേറ്റൊക്കെ നടക്കാനായിട്ട് പോകും. പക്ഷെ കാല് ഇങ്ങനെ പാരലൈസ്ഡ് ആയിട്ട് ഇരിക്കുന്നത് കൊണ്ട് അവനൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. അങ്ങനെ
കുറച്ച് കുറച്ചായിട്ട് ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്ത് ഇത്ര വർഷത്തിന് ശേഷമാണ് സൂജുവാൻ ഓക്കെ ആയിട്ട് വന്നിട്ടുള്ളത്. ഈ വിവരമെല്ലാം നമ്മുടെ ഹീറോയിന്റെ അടുത്ത് പറയും. ഹീറോയിന് ഇത് കേട്ട് വല്ലാത്ത ഷോക്കാകും. അപ്പൊ തന്നെ സൂജുവാൻ, സോറി, ഇങ്ങനെ ആക്സിഡന്റ് ആയിട്ട് കിടന്നു പോയി ഞാൻ, അതുകൊണ്ടാണ് എനിക്ക് അന്ന് നിന്നെ മീറ്റ് ചെയ്യാൻ വരാൻ പറ്റാഞ്ഞെന്ന് പറയും. ഇല്ല, അതൊന്നും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ഇപ്പോഴും ജീവനോട് കൂടി ഉണ്ടല്ലോ, അത് തന്നെ എനിക്ക് വല്ലാത്ത സന്തോഷം തരുന്ന കാര്യമാണ്. പക്ഷെ ഒന്നും മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല, നിങ്ങളുടെ ഹാർട്ടാണ് ഹീറോന് വെച്ചതെന്നാണല്ലോ എല്ലാരും പറഞ്ഞത്, അതെങ്ങനെയാ സംഭവിച്ചതെന്ന് ഇങ്ങനെ ചോദിക്കും. അതേ ടൈം ഹീറോയും ഹീറോന്റെ അമ്മയുടെ അടുത്ത് ഈ കാര്യം തന്നെ ചോദിച്ചോണ്ടിരിക്കും. പക്ഷെ ഈ കാര്യം എങ്ങനെയാ നടന്നതെന്ന് ഹീറോന്റെ അമ്മക്ക് പോലും അറിയാൻ പാടില്ല. നിന്റെ ഹാർട്ട് ഫെയിലിയർ ആയിന്ന് ഹോസ്പിറ്റലിലേക്ക് ആര് പറഞ്ഞ്? പെട്ടെന്ന് തന്നെ ഒരു ഹാർട്ടും അവര് തന്നെയാ സംഘടിപ്പിച്ചത്. പിന്നെ എങ്ങനെ ഇത് സൂജുവാന്റെ ഹാർട്ടായിട്ട് മാറി എന്നൊന്നും എനിക്ക് അറിയാൻ പാടില്ല എന്ന് പറയും. അങ്ങനെ തന്നെ ഇതെല്ലാം കേട്ടിട്ട് ഹീറോയിനെ സമാധാനിപ്പിക്കാനായിട്ട് നേരെ വീട്ടിലേക്ക് വരും. പക്ഷേ ഹീറോയിനെ വീട്ടിലെങ്ങും കാണില്ല. അങ്ങനെ തന്നെ കോളും ചെയ്യും. പക്ഷേ ഹീറോയിൻ കോൾ അറ്റൻഡും ചെയ്യുന്നില്ല. അതേ ടൈമിന് സൂജുവാനെയും ഹീറോയിനെയും കാണിക്കാണ്. 3 വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് ആക്സിഡന്റ് സംഭവിച്ചില്ലായിരുന്നെങ്കിൽ സത്യമായിട്ട് നിന്നെ ഞാൻ മീറ്റ് ചെയ്യാനായിട്ട് വരുമായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ നമ്മളെ ഒരുമിക്കുമായിരുന്നുള്ളൂ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ബാഡ് ലക്ക് ആണ്, അതുകൊണ്ടാണ് എനിക്കന്ന് ആക്സിഡന്റ് സംഭവിച്ചത്. ഇപ്പൊ നീ ഗൂവിന്റെ കൂടെ ഇരിക്കുന്നതും എന്റെ ബാഡ് ലക്ക് കാരണമാണെന്ന് പറയും. അതൊന്നും ഇനി ആലോചിക്കണ്ട, പാസ്റ്റ് എപ്പോഴും പാസ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കട്ടെ എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനും സൂജുവാനെ സമാധാനിപ്പിക്കും. അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ഹീറോന്റെ ഫാദർ വീട്ടിലൊരു ചെറിയ മീറ്റിംഗ് പോലെ അറേഞ്ച് ചെയ്യും. ഹീറോയും ഹീറോന്റെ അമ്മയൊക്കെ കൂടി വന്നിരിക്കുമ്പോ ഹീറോന്റെ ഫാദറിനെ വീൽ ചെയറിൽ തള്ളിക്കൊണ്ട് വരുന്നത് നമ്മുടെ സൂജുവാനായിരിക്കും. സൂജുവാനെ കാണിച്ചിട്ട് ഹീറോന്റെ ഫാദർ, ഇവൻ എന്റെ മൂത്ത മകനാണ്, നമ്മുടെ കമ്പനിയിലേക്ക് ഇപ്പോ മാനേജറിന്റെ പോസ്റ്റിലേക്ക് ഞാൻ ഇരുത്താൻ പോവാണെന്ന് പറയും. ഇത് കേട്ട് ഹീറോനും ഹീറോന്റെ അമ്മക്കും വല്ലാത്ത ദേഷ്യമൊക്കെ വരും. എന്നാലും ഒന്നും മിണ്ടാണ്ട് നിൽക്കും. സൂജുവാനും ഭയങ്കരമായിട്ട് ചിരിച്ചിട്ട് ഹീറോന്റെ അടുത്തേക്ക് ചെന്നിരിക്കും. ഹീറോന്റെ അടുത്ത് എന്തോ നല്ലവനെ പോലെ, വൈൻ വേണോ, വൈൻ ഞാൻ ഒഴിച്ചു തരട്ടെ എന്നിങ്ങനെ ചോദിക്കും. ഇതും കൂടി ആവുമ്പോഴത്തേക്കും ഹീറോന് പ്രാന്ത് കയറിയിട്ട് വേറൊന്നും മിണ്ടാണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് നേരെ ഹീറോയിനെ സമാധാനിപ്പിക്കാനായിട്ട് ഹീറോയിന്റെ അടുത്തേക്ക് ചെല്ലും. ഹീറോയിനെ കണ്ട ഉടനെ തന്നെ ഹീറോയിൻ, നീ വന്ന, എന്തായാലും വന്നത് നന്നായി, നിന്റെ ലഗേജ് ഒക്കെ ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് അതും എടുത്ത് ഇവിടെ നിന്ന് വിട്ടോന്ന് പറയും. എന്താ ജിന്നി, എന്താ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? എന്റെ ലഗേജ് ഒക്കെ എന്തിനാ ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചേക്കുന്നത്? പ്ലീസ് നീ ഇങ്ങനെയൊന്നും ചെയ്യല്ലേ എന്ന് നമ്മുടെ ഹീറോ പറയും. ഇല്ല, ഇനി എനിക്കൊന്നും കേൾക്കണ്ട, നീ പറയുന്നതൊന്നും എനിക്ക് കേൾക്കണ്ട, ഇനി നമ്മൾ തമ്മിൽ യാതൊരുവിധ ബന്ധവും ഇല്ല എന്ന് പറയും. ഇത് കേൾക്കുമ്പോ തന്നെ ഹീറോ, പ്ലീസ് ജിൻ, ഞാൻ പറയുന്നതൊന്ന് കേക്ക്, എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയും. പക്ഷെ ഹീറോയിനാണെങ്കിൽ അതൊന്നും കേൾക്കാൻ നിൽക്കാണ്ട്, എനിക്ക് നീ പറയുന്നതൊന്നും കേൾക്കണ്ട, എനിക്കത് കേൾക്കാനൊട്ടും താല്പര്യവും ഇല്ല, നിന്റെ ലഗേജ് ഒക്കെ എടുത്ത് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോയാൽ മതിന്ന് നമ്മുടെ ഹീറോയിനാണെങ്കിൽ പറഞ്ഞത് തന്നെ തിരിച്ചും മറിച്ചും പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ തന്നെ ഹീറോ നമ്മുടെ ഹീറോയിനെ കെട്ടിപ്പിടിച്ചിട്ട്, 3 വർഷം നീ എന്റെ കൂടെ കഴിഞ്ഞില്ലേ, എന്നിട്ട് പോലും നിനക്ക് എന്നെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചില്ലേ? പ്ലീസ് ജിൻ, എന്നെ ഒന്ന് മനസ്സിലാക്ക്, എനിക്കൊരു കാര്യം നിന്റെ അടുത്ത് പറയാനുണ്ടെന്ന് പറയും. ഹീറോയിനാണെങ്കിൽ അത് വീണ്ടും കേൾക്കാൻ നിൽക്കാണ്ട്, എനിക്കൊന്നും കേൾക്കണ്ടെന്നല്ലേ പറഞ്ഞെന്നും പറഞ്ഞ് ഹീറോനെ അങ്ങനെ തന്നെ തള്ളി പുറത്താക്കി വാതിലടക്കും. ഇതും കൂടി ആവുമ്പോഴത്തേക്കും ഹീറോന് വല്ലാത്ത ഫീലിംഗ് ഒക്കെ വരും. അങ്ങനെ കരഞ്ഞുകൊണ്ടൊക്കെ ആയിരിക്കും പുള്ളിക്കാരെ ലഗേജ് കൊടുത്ത് വീട്ടിലേക്ക് ചെല്ലുന്നത്. ഹീറോ ഇങ്ങനെ ലഗേജ് ഒക്കെ ആയിട്ട് വീട്ടിലേക്ക് വരുന്ന കാണുമ്പോ തന്നെ അമ്മ, എന്താ നിന്നെ അവള് പുറത്താക്കിയ, വീട്ടിൽ നിന്ന് തള്ളി പുറത്താക്കിയ? അതാ ഞാൻ പറഞ്ഞത് ഇനി അവളുടെ പുറകെ പോയില്ലെന്ന്. നീ എത്രയും പെട്ടെന്ന് യുന്നിനെ മാരേജ് ചെയ്തോ, അപ്പൊ നിനക്ക് കമ്പനിയും തിരിച്ചു കിട്ടും, CEO പൊസിഷനും നിനക്ക് തിരിച്ചു കിട്ടും. അതാ ഞാൻ പറയുന്നത്, ഞാൻ പറയുന്ന കേൾക്കടാ, നീ എത്രയും പെട്ടെന്ന് യുന്നിനെ മാരേജ് ചെയ്യാനായിട്ട് പറയും. ഇത് കേൾക്കുമ്പോ തന്നെ ഹീറോയിന് ഭ്രാന്ത് കയറും. എന്താ അമ്മ നിങ്ങൾ പറഞ്ഞത് തന്നെ തിരിച്ചും മറിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എനിക്ക് യുന്നിനെ എന്റെ വൈഫായിട്ടൊന്നും കാണാനായിട്ട് പറ്റില്ല, അതുമല്ലാണ്ട് എനിക്ക് ജിന്നിനെ വിടാനും പറ്റില്ല. ഞാൻ എന്റെ ലൈഫിൽ ഒരു മാരേജ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ജിന്നിനെ മാത്രമായിരിക്കും, അത് നിങ്ങളൊന്നും മനസ്സിലാക്കാന്നും പറഞ്ഞിട്ട് പുള്ളിക്കാരൻ മുകളിലേക്ക് കയറി പോകും. അങ്ങനെ നെക്സ്റ്റ് ഡേ ഓഫീസിലെ എല്ലാവരും സൂജുവാനെ പറ്റി തന്നെയായിരിക്കും ഗോസിപ്പൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രസിഡന്റിന് ബോസ് അല്ലാണ്ട് വേറൊരു മകനും കൂടി ഉണ്ട്. ആ മകന ഈ കമ്പനിയുടെ മാനേജർ പൊസിഷനിലേക്ക് പ്രസിഡന്റ് നേരിട്ട് തന്നെ ഹയർ ചെയ്തേക്കുവാണ്. ഇനി നമ്മുടെ ബോസിന്റെ അവസ്ഥ എന്താകുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് വല്ലാണ്ട് ഇങ്ങനെ ഗോസിപ്പൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അതേ ടൈമിന് സൂജുവാനും അങ്ങോട്ടേക്ക് വരും. പക്ഷേ സൂജുവാനെ ഇൻവൈറ്റ് ചെയ്യാനായിട്ട് ഒരു എംപ്ലോയീസ് പോലും ഉണ്ടാവില്ല. വേറൊന്നുമല്ല, സൂജുവാനെ നാണം കെടുത്താനായിട്ട് എല്ലാ എംപ്ലോയീസിനെയും വിളിച്ചു വരുത്തി ഒരു മീറ്റിംഗ് ഒക്കെ അറേഞ്ച് ചെയ്യും. അതിലാണെങ്കിൽ ഒരു പ്രോജക്റ്റിനെ പറ്റി ഇവര് കൂടുതലായിട്ട് സംസാരിക്കും. അതിന്റെ പോരായ്മകളെ കുറിച്ചൊക്കെ സംസാരിച്ച് അതെങ്ങനെ സോൾവ് ചെയ്യണമെന്ന് ഇങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ പറയാനായിട്ട് തുടങ്ങും. ആർക്കും വലിയ രീതിയിൽ ഐഡിയ ഒന്നും ഉണ്ടാവില്ല. ആ ടൈമിന് സൂജുവാൻ അങ്ങോട്ടേക്ക് കയറി വന്നിട്ട്, എന്റെ കയ്യിലൊരു ഐഡിയ ഉണ്ട്, അത് ഞാൻ പ്രസന്റ് ചെയ്യട്ടെ എന്ന് ഇങ്ങനെ ചോദിക്കും. നീ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നതല്ലേ, ഇത്ര പെട്ടെന്ന് നിനക്ക് എന്ത് ഐഡിയ കിട്ടാനാണ്, നീ ഒന്നും പറയാൻ നിൽക്കണ്ടെന്ന് ഹീറോയും പറയും. ഞാൻ പറയുന്നതും ഒന്ന് നിങ്ങൾ കേക്ക്, എന്നിട്ട് നിങ്ങളുടെ പ്രോജക്റ്റിന് അത് പറ്റുമെങ്കിൽ മാത്രം എടുത്താൽ മതി എന്നും
പറഞ്ഞിട്ട് പുള്ളിക്കാരന് ഒരു ഐഡിയ അങ്ങോട്ട് പറയും. ഇതാണെങ്കിൽ എല്ലാ എംപ്ലോയീസിനും ഇഷ്ടപ്പെടും. ഇത് കറക്റ്റ് ആണല്ലോ എന്ന് എല്ലാവരും തന്നെ പറയും. ഹീറോയും ഇത് കേട്ടിട്ട് ഇത്ര പെട്ടെന്ന് ഇവൻ എങ്ങനെ ഇങ്ങനെ ഒരു ഐഡിയ കിട്ടി, എന്തായാലും ഇവൻ കഴിവുള്ളവനാണെന്നും പറഞ്ഞിട്ട് സൂജുവാനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കും. അങ്ങനെ അന്ന് നൈറ്റ് ഹീറോയിനെ എന്തെങ്കിലും പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്നും പറഞ്ഞിട്ട് ഹീറോയിനെ കാണാനായിട്ട് അവളുടെ വീട്ടിലേക്ക് ചെല്ലും. ആ ടൈമിന് തന്നെ സൂജുവാനും അങ്ങോട്ടേക്ക് വരും. അല്ല, നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് സൂജുവാൻ ഇങ്ങനെ ചോദിക്കും. അല്ല, നീ ആരാണ് അതിലൊക്കെ ഇടപെടാനായിട്ട്? ഇത് എനിക്കും ജിന്നിനും ഇടയിലുള്ളതല്ലേ, ഞങ്ങളുടെ കാര്യം ഞങ്ങൾ തന്നെ നോക്കിക്കോളാം, നീ ഞങ്ങളുടെ ഇടയിലേക്ക് വരണ്ടെന്ന് ഹീറോയും പറയും. ഇതേ നോക്കൂ, നീയേ ശരിക്കും ഒരു റീപ്ലേസ്മെന്റ് മാത്രമാണ്. 3 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ചെന്ന് അവളെ മീറ്റ് ചെയ്തിരുന്നെങ്കിൽ അവൾ ഒരിക്കലും നിന്നെ കാണില്ലായിരുന്നു. ജിന്നിപ്പോ എനിക്ക് മാത്രമായിരിക്കും, പക്ഷെ എനിക്ക് അങ്ങോട്ടേക്ക് വരാനായിട്ട് പറ്റിയില്ല. അതുകൊണ്ടാണ് അവളുടെ ലൈഫിലേക്ക് നീ വന്നത്. അത് മാത്രമല്ല, വേറൊരു കാര്യവും കൂടി ഞാൻ അറിഞ്ഞായിരുന്നു. നീ ഭയങ്കരമായിട്ട് അവളെ ബുള്ളി ചെയ്യുമായിരുന്നെന്ന്. 3 വർഷം നീ ഭയങ്കര ലോ ആയിട്ടാണ് അവളെ ട്രീറ്റ് ചെയ്തിരുന്നതെന്നും ഞാൻ അറിഞ്ഞായിരുന്നു. അങ്ങനെയുള്ളപ്പോ ഇനിയും ഞാൻ ജിന്നിനെ നിനക്ക് വിട്ടു തരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇനി നിനക്ക് ജിന്നിനെ കിട്ടില്ല എന്ന് പറയും. ഇത് കേട്ട് കഴിയുമ്പോഴത്തേക്കും ഹീറോന് വല്ലാത്ത ടെൻഷൻ ആകും. അങ്ങനെ തന്നെ ദേഷ്യത്തില് സൂജുവാനെ പിടിച്ചടിക്കും. ഈ സൗണ്ട് കേട്ടിട്ട് ഹീറോയിനും വാതിൽ തുറന്ന് പുറത്തേക്ക് വരും. ഹീറോനെ കണ്ടിട്ട് ഹീറോനെ മൈൻഡ് പോലും ചെയ്യാണ്ട് നേരെ സൂജുവാന്റെ അടുത്തേക്ക് പോകും. ഇത് കാണുമ്പോ ഹീറോന് വീണ്ടും ടെൻഷൻ ആകും. എന്താ നീ കാണിക്കുന്നത്? 3 വർഷം നീ എന്റെ പുറകെ നടക്കുമായിരുന്നു. എന്റെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിട്ട് നീ എന്റെ പുറകെ വാലാട്ടി നടക്കുമായിരുന്നു. ഇപ്പോ ദേ പുതിയൊരുത്തനെ കിട്ടിയപ്പോ നീ അവന്റെ പുറകെ പോവാണോന്ന് ഇങ്ങനെ ചോദിക്കും. ദേ നോക്കൂ, എനിക്ക് നിന്നെ കാണുന്നത് പോലും ഇഷ്ടമില്ല. നീ ഭയങ്കര ചീറ്ററാണ്. എന്റെ ലൈഫിലേക്ക് നീ ഒരിക്കലും വരാൻ പോലും പാടില്ല. എനിക്ക് നിന്നെ കാണുന്നത് പോലും ഇഷ്ടമില്ല എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഹീറോനെ വല്ലാണ്ട് ചീത്തയൊക്കെ പറഞ്ഞ് സൂജുവാനെയും കൂട്ടി അകത്തേക്ക് പോകും. പോകുന്ന വഴി സൂജുവാനാണെങ്കിൽ നമ്മുടെ ഹീറോനെ നോക്കി കളിയാക്കുന്ന പോലെ ചിരിച്ചുകൊണ്ടായിരിക്കും പോകുന്നത്. ഇതും കൂടി ആവുമ്പോഴത്തേക്കും ഹീറോന് വല്ലാണ്ട് ടെൻഷനായിട്ട് അവിടെയുള്ള വുഡുമേലായിട്ട് ഓങ്ങി ഒരൊറ്റ അടി അങ്ങോട്ട് കൊടുക്കും. അങ്ങനെ തന്നെ നെക്സ്റ്റ് ഡേയും ആകും. സൂജുവാന്റെ ടീം എല്ലാവരും കൂടി ഡിന്നറിനായിട്ട് പോകുമായിരിക്കും. ആ ടൈമിനാണ് ഹീറോയും ഹീറോന്റെ ടീംസും കൂടി അകത്തേക്ക് കയറി വരുന്നത്. ഇവരാണെങ്കിൽ ആ ഡിന്നറിന് പോവാണ്, നിങ്ങൾ വരുന്നുണ്ടോന്ന് നമ്മുടെ ഹീറോന്റെ ടീമിന്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കും. ഹീറോയാണെങ്കിൽ ആ സൂജുവാന്റെ കൂടെ പോവാൻ ഇഷ്ടമില്ലാണ്ട് ഞാൻ വരുന്നില്ല എന്ന് പറയും. ഇത് കേൾക്കുമ്പോ തന്നെ സൂജുവാൻ കളിയാക്കുന്ന രീതിയിൽ അതിന് ഹീറോന് പുറത്തേക്കൊക്കെ പോയിട്ട് ഫുഡൊന്നും കഴിക്കുന്നത് ഇഷ്ടമല്ല, അവൻ ഭയങ്കര അലർജറ്റിക് ആണെന്നൊക്കെ പറഞ്ഞ് ഹീറോനെ വല്ലാണ്ട് കളിയാക്കും. ഇത് കേൾക്കുമ്പോ തന്നെ ഹീറോന് വല്ലാത്ത ടെൻഷൻ ആകും. ആര് പറഞ്ഞു നിന്റെ കൂടെ വരുന്നില്ല എന്ന്? ഞാൻ വരുന്നുണ്ട്, എനിക്കൊരു അലർജി ഇല്ല എന്നും പറഞ്ഞിട്ട് ഹീറോയും ഹീറോന്റെ ടീമും കൂടി ആ റെസ്റ്റോറന്റിലേക്ക് പോകും. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരുന്ന് വല്ലാണ്ട് ഇങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയായിരിക്കും. ആ ടൈമിന് എംപ്ലോയീസ് എല്ലാവരും കൂടി എന്തായാലും നമുക്കിപ്പോ ഒരു ഗെയിം വെക്കാം, ഒരു ഫൺ ഗെയിം. ഞങ്ങള് ഒരുപാട് ചില്ലീസ് ഇങ്ങനെ വെക്കും. ഏറ്റവും കൂടുതൽ ചില്ലി കഴിക്കുന്നത് ആരാണോ അവരാണ് വിന്നർ. അയാൾക്ക് ഒരു ടോക്കനും കൂടി ഞങ്ങൾ കൊടുക്കുമെന്ന് പറയും. ഇത് കേൾക്കുമ്പോ തന്നെ ഹീറോ ഈ ഗെയിമിനെ ഞാനും ഉണ്ടെന്ന് പറയും. അപ്പൊ തന്നെ കൊളീഗ്സ് എല്ലാവരും കൂടി എന്താ ബോസും ഇതിൽ പങ്കെടുക്കാൻ പോവാണോ എന്ന് ഇങ്ങനെ ചോദിക്കും. ഞാനും പങ്കെടുക്കുന്നുണ്ട്, പക്ഷെ എന്റെ കൂടെ തന്നെ സൂജുവാനും ഉണ്ടാവും എന്ന് പറയും. സൂജുവാനാണെങ്കിൽ ഇത് കേട്ടിട്ട് ഇല്ല ഞാൻ എന്തായാലും ചില്ലി തിന്നാനൊന്നും ഇല്ലാന്ന് പറയും. അപ്പൊ തന്നെ ഹീറോ കളിയാക്കുന്ന രീതിയിൽ അതിനെ അവന് പേടിയാണ്, എന്റെ കൂടെ മത്സരിക്കാൻ പേടിയാണ്, അതുകൊണ്ടാവാൻ വരാത്തെന്നും പറഞ്ഞിട്ട് വല്ലാണ്ട് ഹീറോ സൂജുവാനെ കളിയാക്കും. ഇത് കേട്ട് സൂജുവാനും ടെൻഷനായിട്ട് എനിക്കൊരു പേടിയില്ല, ഞാനും ഈ ഗെയിമിന് തയ്യാറാണെന്നും പറഞ്ഞിട്ട് ഹീറോയും സൂജുവാനും അപ്പുറവും ഇപ്പുറവും ഇരുന്നിട്ട് ഓരോ ചില്ലീസ് ആയിട്ട് എടുത്ത് കഴിക്കാനായിട്ട് തുടങ്ങും. ഏറ്റവും കൂടുതൽ ചില്ലി കഴിച്ചിട്ട് നമ്മുടെ ഹീറോ തന്നെ വിന്നും ചെയ്യും. അങ്ങനെ തന്നെ ഒരു എംപ്ലോയിയുമായിട്ട് നമ്മുടെ ഹീറോ പുറത്തേക്ക് ഇറങ്ങി വരും. അപ്പൊ തന്നെ എംപ്ലോയി എന്താ ബോസ്, നിങ്ങൾക്ക് വയറ് വല്ലതും വേദനിക്കുന്നുണ്ടാ? ഇത്രയും ചില്ലി തിന്നതല്ലേ നിങ്ങൾ ചോദിക്കും. എനിക്കൊരു കുഴപ്പമൊന്നുമില്ല, ഞാൻ ഭയങ്കര സ്ട്രോങ് ആണെന്നും പറഞ്ഞ് ഹീറോ മുന്നോട്ട് നടക്കും. ഞാൻ ഇപ്പൊ വരാന്നും പറഞ്ഞിട്ട് ആ എംപ്ലോയി അകത്തേക്ക് പോകുമ്പോ ഹീറോയാണെങ്കിൽ ആ വയറ്റത്ത് കയ്യും വെച്ച് നിലത്തോട്ടിരിക്കും. ഒരുപാട് ചില്ലിയൊക്കെ തിന്നത് കൊണ്ട് തന്നെ വല്ലാണ്ട് വയറുവേദന എടുക്കുന്നുണ്ട്. ആ ടൈമിനാണ് ഹീറോയിൻ അങ്ങോട്ടേക്ക് നടന്നു വരുന്നത് ഹീറോ കാണുന്നത്. ഇത് കാണുമ്പോ തന്നെ ഹീറോ ഭയങ്കര ഹാപ്പി ആയിട്ട് എഴുന്നേറ്റ് നിൽക്കും. ഹീറോയിൻ തന്റെ അടുത്തേക്കായിരിക്കും വരുന്നതെന്ന് പ്രതീക്ഷിച്ച് നിൽക്കുമ്പോ ഹീറോനെ ക്രോസ് ചെയ്ത് നേരെ സൂജുവാന്റെ അടുത്തേക്കായിരിക്കും പോകുന്നത്. ഇത് കണ്ട് ഹീറോന്റെ ഹാർട്ട് തന്നെ ബ്രേക്ക് ആകും. വല്ലാണ്ട് ഫീൽ ചെയ്തോണ്ട് നിൽക്കുമ്പോ ഹീറോയിൻ സൂജുവാനെയും കൂട്ടി മുന്നോട്ട് നടക്കും. വല്ലാണ്ട് ഫീൽ ചെയ്ത് ഇവര് പോകുന്നത് നോക്കി നമ്മുടെ ഹീറോയിൻ നിൽക്കും. ഇതോടുകൂടി തന്നെ ഇന്നത്തെ പാർട്ടും കൂടി ഞാൻ അവസാനിപ്പിക്കുകയാണ്. നെക്സ്റ്റ് പാർട്ടുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അപ്പോ പുതിയ കൂട്ടുകാർ ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. വീഡിയോക്ക് ഒരു ലൈക്കും വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റിലൂടെയും അറിയിക്കുക. ഇത് മുന്നോട്ട് ഞങ്ങൾക്ക് വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രചോദനം തന്നെയായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.